കോഴിക്കോട് ലൈംഗികാരോപണത്തെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഒടുവിൽ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഉപാധികൾ? പറയൂ വിവരങ്ങൾ. രാഖി, ഈ കോഴിക്കോട് സ്വദേശിയായ ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 22 ദിവസമായി മഞ്ചേരിയിലെ ജയിൽ കഴിയായിരുന്നു ഷിംജിത. ഈ ഷിംജിതയ്ക്കാണ് ഇപ്പോൾ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതായത് ഇതാണ് ആ ഉപാധികൾ. രണ്ടാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും വെള്ളിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം എന്നീ ഉപാധികളോടെയാണ് നിലവിൽ ഷിംജിതയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 22 ദിവസമായി മഞ്ചേരിയിലെ ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്നു ഷിംജിത. ഈ ഷിംജിതയുടെ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ, കാരണം കഴിഞ്ഞ ജനുവരി 17-നാണ് ഇത്തരത്തിലൊരു സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു വീഡിയോ വരികയും അതിനെ തുടർന്ന് ഈ ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. തുടർന്ന് 21-നാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും ഷിംജിത അറസ്റ്റിലാകുന്നതും തുടർന്ന് ജയിലിലേക്ക് പോകുന്നു, റിമാൻഡിലാകുന്നതും. കഴിഞ്ഞ 22 ദിവസമായി മഞ്ചേരിയിലെ ജയിലിലായിരുന്നു ഷിംജിത കഴിഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കേസ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരിഗണിച്ചത്. എന്നാൽ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് കോഴിക്കോട് സെഷൻസ് കോടതിയിലേക്ക് ജാമ്യ ഹർജി വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ വാദപ്രതിവാദങ്ങളെല്ലാം കോടതിയിൽ നടക്കുകയായിരുന്നു. ഇതിൽ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുതെന്ന് തന്നെയായിരുന്നു. കാരണം ഷിംജിതയുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ മൊബൈൽ ഫോണിലേക്ക് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരാനുണ്ട്. ഇതിനുശേഷം മാത്രമാണ് ഈ പ്രതിക്ക് ഷിംജിതയ്ക്ക് ജാമ്യം നൽകാവൂ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഈ വാദത്തെ കൃത്യമായി നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് നൽകിയിരുന്നു. എന്നാൽ ഒരു ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഇത്തരത്തിലൊരു ഷിംജിതയ്ക്ക് കസ്റ്റഡി അപേക്ഷ, പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ നൽകിയത്. രാവിലെ 10 മുതൽ 5 വരെയായിരുന്നു കസ്റ്റഡി അപേക്ഷ. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ ഷിംജിത യാത്ര ചെയ്ത ബസ്സിൽ, അതായത് ദീപക്കും ഷിംജിതയും യാത്ര ചെയ്ത ബസ്സിൽ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ട ആവശ്യമൊക്കെ പോലീസ് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം, ഈ കസ്റ്റഡി ലഭിച്ച ദിവസം അതിന് സാധിച്ചിരുന്നില്ല. കൃത്യമായി തന്നെ ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു നടന്നിരുന്നത്. കൂടാതെ തന്നെ ഈ ഷിംജിതയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നതിനും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന വാദം പ്രതികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്രീയ ഫലങ്ങളെല്ലാം വന്നിരുന്നില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ കോഴിക്കോട് സെഷൻസ് കോടതി ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ശരി രമ്യ, ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയ്ക്ക് ഇന്ന് കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. രമ്യദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.